Hi all, myself Muhsina H, S5 Civil, SNIT. My topic is setting time test of cement. What do you mean by initial setting time and final setting time? Initial setting time. The time interval for which the cement product remain in plastic condition. Normally, a minimum of 30 minutes is given for mixing and handling operation. അതായത് സിമെൻറ്റ് പ്രോഡക്റ്റ് പ്ലാസ്റ്റിക് കണ്ടീഷനിൽ റിമെയിൻ ചെയ്യുന്ന ടൈം ഇൻ്റർവെലിനെയാണ് നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. കോൺക്രീറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റിനെയാണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് വെറ്റായിട്ടിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ. നോർമലി നമ്മൾ മിക്സിങ്ങിനും ഹാൻഡ്ലിംഗ് ഓപ്പറേഷനും വേണ്ടി മിനിമം 30 മിനിറ്റ്സ് ആണ് കൊടുക്കുന്നത്. ഫൈനൽ സെറ്റിംഗ് ടൈം. ദ ടൈം അറ്റ് വിച്ച് സിമെൻറ്റ് കംപ്ലീറ്റ്ലി ലോസസ് ഇറ്റ്സ് പ്ലാസ്റ്റിസിറ്റി ആൻഡ് ബിക്കം ഹാർഡ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 10 hours. സിമെൻറ്റ് കംപ്ലീറ്റായിട്ട് പ്ലാസ്റ്റിസിറ്റി ലോസ് ചെയ്ത് ഹാർഡാകുന്ന ടൈമിനെയാണ് ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അതായത് സിമെൻറ്റ് എൻ്റെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ എടുക്കുന്ന സമയം. ഇത് 10 hours കൂടാൻ പാടില്ല. ഇനിഷ്യൽ പ്രിപ്പറേഷൻ. ഇതിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിയുള്ള സിമെൻറ്റ് പേസ്റ്റ് ഉണ്ടാക്കാൻ എടുക്കുന്ന വാട്ടറിൻ്റെ 0.85 times വാട്ടർ 500 gram സിമെൻറ്റിലേക്ക് ആഡ് ചെയ്യും. ഈ സിമെൻറ്റ് പേസ്റ്റ് 3 to 5 മിനിറ്റ്സിനുള്ളിൽ വിക്കറ്റ് മൗണ്ടിൽ ഫില്ല് ചെയ്യും. വാട്ടർ സിമെൻറ്റിലേക്ക് ആഡ് ചെയ്യുന്ന മൊമെൻറ്റ് തൊട്ട് സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഗേജിങ്ങിൻ്റെ ടൈമിൽ വാട്ടറിൻ്റെയും ടെസ്റ്റ് റൂമിൻ്റെയും ടെമ്പറേച്ചർ വിത്തിൻ 27 degree ±2 degrees Celsius ആയിരിക്കണം. വിക്കറ്റ് അപ്പാരറ്റസ് ആണ് സെറ്റിംഗ് ടൈം ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്. നെക്സ്റ്റ്, പ്രൊസീജിയർ ഓഫ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം. ആദ്യം നീഡിൽ പയ്യെ ലോവർ ചെയ്ത് ടെസ്റ്റ് ബ്ലോക്കിൻ്റെ സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരണം. എന്നിട്ട് പെട്ടെന്ന് റിലീസ് ചെയ്ത് ടെസ്റ്റ് ബ്ലോക്കിലേക്ക് പെനിട്രേറ്റ് ചെയ്യിക്കണം. തുടക്കത്തിൽ നീഡിൽ കംപ്ലീറ്റായിട്ട് പെനിട്രേറ്റ് ചെയ്യും. കുറച്ച് നേരത്തിന് ശേഷം സിമെൻറ്റ് പേസ്റ്റിന് പ്ലാസ്റ്റിസിറ്റി ലോസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നീഡിൽ ടോപ്പിൽ നിന്നും 33 to 35 mm ഡെപ്ത് വരെ മാത്രമേ പെനിട്രേറ്റ് ചെയ്യുള്ളൂ. വാട്ടർ സിമെൻറ്റിൽ ആഡ് ചെയ്യുന്ന ടൈം മുതൽ നീഡിൽ ടെസ്റ്റ് ബ്ലോക്കിൻ്റെ ടോപ്പിൽ നിന്നും 33 to 35 mm പെനിട്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം വരെയാണ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രൊസീജിയർ ഓഫ് ഫൈനൽ സെറ്റിംഗ് ടൈം. ആദ്യം വിക്കറ്റ് അപ്പാരറ്റസിൻ്റെ നീഡിലിനെ റീപ്ലേസ് ചെയ്ത് സർക്കുലർ അറ്റാച്ച്മെൻ്റ് ഉള്ള നീഡിൽ പ്ലേസ് ചെയ്യണം. എന്നിട്ട് ഈ സർക്കുലർ അറ്റാച്ച്മെൻ്റ് ഉള്ള നീഡിലിനെ ടെസ്റ്റ് ബ്ലോക്കിൻ്റെ സർഫസിലേക്ക് സ്ലോ ആയിട്ട് ലോവർ ചെയ്യണം. സിമെൻറ്റ് ഫൈനലി സെറ്റായെന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ നീഡിലിന് ആ ടെസ്റ്റ് ബ്ലോക്കിൽ ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റുകയും അറ്റാച്ച്മെൻറ്റ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിൽ ഫെയിൽ ആവുകയും ചെയ്യണം. ഇൻ അതർ വേർഡ്സ്, സെൻറ്റർ നീഡിലിന് 0.5 mm കൂടുതൽ പെനട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പേസ്റ്റ് ഹാർഡ് ആവുകയാണെങ്കിൽ ഫൈനലി സെറ്റായെന്ന് പറയാം. Hope that you have understood. Thank you.